എടാ നിന്റെ അമ്മ നിന്നെ കാണാനില്ല എന്നിട്ട് പോലീസിൽ ഒരു കംപ്ലൈന്റ് കൊടുത്തിട്ടുണ്ട്. നീ ഒരു കാര്യം ചെയ്യ്, നിന്റെ ഫോണിൽ നിന്ന് അമ്മയെന്ന് വിളിച്ചേ. എന്തു പറയും നീ? അതിപ്പോ നീ ഒരു ക്യാഷ് ഡീലിങ്സിന്റെ കാര്യത്തിൽ ഡൗണിലുണ്ടെന്ന് പറയാം. അതെന്തിനാ സാറേ ഞാൻ അങ്ങനെ നുണ പറയണത്? എന്നാ പിന്നെ ഒരു കൊലപാതക കേസിൽ ഞങ്ങൾ ചോദ്യം ചെയ്തുകൊണ്ടിരിക്കാന്ന് പറയടാ. അയ്യോ വേണ്ട സാറേ, അമ്മയ്ക്ക് പ്രഷറോ ഷുഗറോ ഒക്കെ ഉള്ളതാ. ഇവൻ വിളവെടുത്തോണ്ടിരിക്കുകയാണ് സാറേ. ഇവന്റെ അമ്മ തലകുത്തി വീഴുവോ തലകറങ്ങി വീഴുവോ എന്തുവേണോ ആയിക്കോട്ടെ, അവനെ നമ്മൾ രക്ഷിക്കാൻ നോക്കത്തോറും അവൻ നമുക്കിട്ടുണ്ടാക്കിക്കൊണ്ടിരിക്കുക. സാർ അങ്ങോട്ട് വിളിക്കുക സാറേ. സാർ പറയണ പോലെ ഞാൻ പറഞ്ഞോളാം. അവൻ വിളിക്കുന്നുണ്ട്. മോനെ നീ എവിടെയാ? അമ്മ ഞാനിവിടെ ടൗണിലുണ്ട്. ഞാനൊരു ക്യാഷ് സെറ്റിൽമെന്റിന് ഇവിടെ നിൽക്കുകയാണ്. കുറച്ച് ലേറ്റായിട്ട് ഞങ്ങെത്തും. മോനെ നിന്നെ വിളിച്ചിട്ട് കിട്ടുന്നില്ലല്ലോ ഫോണില്. അത് ഫോൺ ചാർജ് പോയതാണ്. ഞാൻ വരാം, നിങ്ങൾ പേടിക്കണ്ട. ഹലോ ഹലോ, കട്ടായി പോച്ചു. എന്താടാ ചേച്ചേ, ഭയങ്കര ക്ഷീണം പോലെ തോന്നുന്നുണ്ടല്ലോ. ക്ഷീണം ഉണ്ടാവും. മട്ടൻ ബിരിയാണി കഴിച്ചാൽ നല്ല ഉറക്കം കിട്ടും രാത്രിയിൽ. അല്ല ജയേഷേ, നീ 2 ദിവസം ഉറക്കമൊഴിഞ്ഞ് ഓവർടൈം ചെയ്തൊക്കെ വന്നതല്ലേ, ഈ നൂടി ഉറക്കം കളഞ്ഞാലോടാ? ദയവ് ചെയ്ത് എന്നെ ഉപദ്രവിക്കില്ല സാറേ. 2 ദിവസമായി ഉറക്കമില്ലാത്ത കാരണം ഞാൻ ചിലപ്പോൾ പ്രഷർ അടിച്ച് താഴെ വീഴും. നീയല്ലേ ഇപ്പൊ വീട്ടുകാരെ വിളിച്ച് കുഴപ്പമൊന്നുമില്ല, ഞാനൊരു ക്യാഷ് സെറ്റിൽമെന്റിൽ നിൽക്കാന്ന് പറഞ്ഞു. നാളെ നേരം വെളുക്കുമ്പോൾ നീ ഒരു മരക്കൊമ്പി തൂങ്ങിയെന്നാലും ഞങ്ങളെ ആരും സംശയിക്കില്ല. അതുകൊണ്ട് നേരം വെളുക്കുന്നതിന് മുമ്പ് നിന്റെ കാര്യത്തിൽ ഞങ്ങളൊരു തീരുമാനം ഉണ്ടാക്കും ജയേഷേ. സംശയമുണ്ടോ? സാറി പറഞ്ഞതുപോലെ ഞാനൊരു മരക്കൊമ്പിൽ തൂങ്ങി നിൽക്കേണ്ടി വന്നാണ് ശരി. ഞാൻ ചെയ്യാത്ത ഒരു കുറ്റം എന്നെ കൊണ്ട് സമ്മതിപ്പിക്കാൻ പറ്റുമെന്ന് നിങ്ങൾ വിചാരിക്കണ്ട. ജയേഷ് 38 വയസ്സ്, സൺ ഓഫ് ശിവരാമൻ, തുണ്ടിപ്പറമ്പിൽ ഏഴിക്കുന്ന് എന്ന ആളോട് ചോദിച്ചത് പറഞ്ഞത്. എൻ്റെ നാട്ടിലുള്ള സുമ എന്ന സ്ത്രീയെ ആരോ കൊലപ്പെടുത്തിയ കാര്യം എൻ്റെ അയൽവാസി മനോജേട്ടൻ ഫോൺ ചെയ്ത് പറഞ്ഞപ്പോഴാണ് ഞാൻ അറിയുന്നത്. കൊലപാതകം നടന്ന ദിവസം ഞാൻ രാവിലെ ഏകദേശം 8 മണിയോടെ എൻ്റെ വീട്ടിൽ നിന്നും ജോലിക്ക് പോയി. ഏകദേശം 8:45 പാമ്പനാറുള്ള എൻ്റെ ഷോപ്പിൽ ഞാനെത്തി. ഇത് നീ പോലീസിനോടുത്ത മൊഴിയാണ്. ഇതിൽ വൈകിട്ട് 5 മണി വരെ നീ കടയിൽ തന്നെ ഇരുന്ന് ജോലി ചെയ്യായിരുന്നാണ് പറഞ്ഞ അല്ലേ? അതെ. ജോബി, അന്നത്തെ ഇവന്റെ കോൾ ഡീറ്റെയിൽസും മൊഴിയും തമ്മിൽ ഒത്തുനോക്കിയുടെ കാര്യങ്ങൾ കാണിച്ചു കൊടുത്തേ. സാർ, സാർ അന്ന് രാവിലെ 8:05 ജയേഷ് വീട്ടിൽ നിന്ന് ഇറങ്ങി. 8:48 ആയപ്പോൾ ഷോപ്പിൽ എത്തുകയും ചെയ്തു. ഇതുവരെ ജയേഷ് പറഞ്ഞ കാര്യങ്ങളെല്ലാം കറക്റ്റാണ് സാർ. പക്ഷേ അത് കഴിഞ്ഞ് 5 മണി വരെ ഷോപ്പിൽ ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞിട്ടുള്ള കാര്യം തെറ്റാണ് സാർ. അന്ന് രാവിലെ 10:05 തോമസിന്റെ ഫോൺ കോൾ വരുന്നു, ജയേഷ് ഷോപ്പിൽ നിന്ന് ഇറങ്ങുന്നു. അത് കഴിഞ്ഞ് 11:08 മുതൽ 12:55 വരെ ഇവന്റെ ലൊക്കേഷൻ കാണിച്ചിരിക്കുന്നത് കീരിക്കരയാണ്. അതായത് കൊല്ലപ്പെട്ട സുമയുടെ വീടിന്റെ ലൊക്കേഷൻ. പിന്നെ ഉച്ചയ്ക്ക് 1:45 നിന്റെ ലൊക്കേഷൻ കാണിച്ചിരിക്കുന്നത് കുരിശമലയാണ്. അവിടെ നിന്നാണ് സുമയുടെ രക്തം പുരണ്ട തുണികളടങ്ങിയ ബാഗ് കണ്ടെടുത്തത്. മൊബൈൽ ടോർച്ച് അടിച്ച്. ജേഷേ, നിന്റെ കോൾ ഡീറ്റെയിൽസും ലൊക്കേഷൻ മാപ്പും ഒക്കെ ഞങ്ങളുടെ കയ്യിലുണ്ടെന്ന് നിന്നെ ഒന്ന് അറിയിക്കാൻ വേണ്ടി കാണിച്ചെന്നേ ഉള്ളൂ. തോമസ് ചേട്ടനോട് നീ പറഞ്ഞ കൊച്ചിയിലാണെന്നാണ്. പോലീസിന് കൊടുത്ത മൊഴിയിൽ വൈകുന്നേരം വരെ കടയിലായിരുന്നു എന്നാണ്. പക്ഷെ കോൾ ഡീറ്റെയിൽസ് പ്രകാരം നീ അന്ന് കൊല്ലപ്പെട്ട സുമയുടെ വീടിന്റെ ലൊക്കേഷനിലായിരുന്നു. മൊത്തത്തിലൊരു ചേരായ്മ ഉണ്ടല്ലോ ജയേഷേ, നീ ഒന്ന് തെളിച്ചു പറ. ഞാനതൊന്നും ഓർക്കുന്നില്ല സാറേ. അല്ലെങ്കിൽ തന്നെ 1-2 കൊല്ലം മുൻപ് നടന്ന കാര്യങ്ങളൊക്കെ എങ്ങനെ ഓർത്തിരിക്കാനാണ്? പോലീസ് നായ നിന്നെ മണത്ത് പിടിക്കുമെന്ന് വിചാരിച്ചിട്ടല്ലടാ നീ ആ ബോഡി കാണാൻ വീട്ടിൽ പോകാതിരുന്നേ. എൻ്റെ പൊന്നു സാറേ, ഞാൻ ജോലിക്ക് പോയാലേ എൻ്റെ കുടുംബത്തിലെ കാര്യങ്ങൾ നടക്കൂ. എൻ്റെ ജോലിയും കളഞ്ഞ് യാതൊരു ബന്ധവും പരിചയവും ഇല്ലാത്ത അവരെ പോലെ ഒരു സ്ത്രീയുടെ ഡെഡ് ബോഡി കാണാൻ പോകേണ്ട ആവശ്യം എനിക്കില്ല. എന്തൊരു കഷ്ടമാണിത്. എനിക്ക് ഇതിനകത്ത് ഒരു റോളും ഇല്ല. ഞാൻ എത്ര പ്രാവശ്യമായി പറയുന്നത്? ഞാൻ ഒന്ന് നോക്കിയിട്ട് വരാം. ഒരു കൊട്ടേഷൻ
സെറ്റ് എടുത്താൽ കൃത്യമായിട്ട് പണിയാൻ പഠിക്കണം. ഇത് കാശ് തന്നവന്മാരോട് ഞാൻ എന്നാ പറയാനാ? ഇനി അത് ഇതും പറഞ്ഞ് അടികൂടണ്ട. അകത്ത് പോയിട്ട് 2 വിട്ടിട്ട് കിടന്ന് ഉറങ്ങാം. നാളെ നോക്കാം ബാക്കി. ഈ മാതിരി ഊളകളായിട്ടും മേലെ പണിക്കുളിച്ച കേട്ടാ ഇത് പോണേ. എന്റെ ഫോൺ ഒഴികെ ബാക്കിയെല്ലാം ഓഫീസ് വെച്ചു. നാളെ രാവിലെ അല്ലേ വക്കീൽ വിളിക്കുള്ളൂ. അപ്പൊ അങ്ങോട്ട് ഓൺ ചെയ്താൽ മതി. ഇപ്പൊ അങ്ങനെ നീ മാത്രം ഓൺ ചെയ്ത് ഇനി ഉണ്ടാക്കണ്ട. നിനക്കത് പറയാം, വക്കീൽ എന്നെ വിളിക്കുള്ളൂ. ആരാ എന്താടാ എന്താ ഇവിടെ? നീ ആരടാ? നീ ആരാടാ? പോയെ വീട്ടിൽ പോയെ. നീ ആരടാ? ഇവിടെ നിന്ന് കറങ്ങാതെ പോടാ. അത് പറയാൻ നീ ഏതടാ? എന്താ നിന്റെ പ്രശ്നം? പോലീസാ. പോയെ. നീയാ പോലീസ്? പോലീസ് കുറച്ച് വെള്ളം എടുത്തേ. കുഴപ്പമില്ല. ഹോസ്പിറ്റലിൽ പോകണം. വേണ്ട, അല്ല എനിക്ക് പ്രഷർ കയറിയതാ. എങ്ങനെ കയറായിരിക്കും? സമയത്തിന് മരുന്ന് കഴിക്കത്തില്ല, കോപ്പം ചെയ്യത്തില്ല. നമുക്ക് ഡോക്ടറെ ഒന്ന് കണ്ടാലോ? വേണ്ട, ഓക്കെ. അവനോടെ ജേഷേ, ഞാനിവിടെ ഉണ്ട്. ഇവിടെ ഉണ്ട്. മാറിയില്ലേ? ഇനി ഇവിടെ സേഫ് അല്ല. കാര്യങ്ങളൊക്കെ ഒഫീഷ്യലാക്കാം. പോലീസ് ക്ലബിലേക്ക് വിടാം. പാക്ക് ചെയ്തോ? ജോബേ, എല്ലാം ബാക്കി തീർക്കണം. ഓക്കെ അല്ലേ? തറക്കിടന്ന് പേപ്പറൊക്കെ വായിക്കും. കൊടുക്ക്. പരിപാടി തീർന്ന അത് കറങ്ങ. അയ്യോ, നമ്മൾ പോവാണ് സാറേ. അപ്പൊ നീ ഇവിടെ നടന്നു അറിഞ്ഞില്ലേ? അപ്പൊ കുറ്റം സംഭവിച്ചു അല്ലേ? നീ അതേ ആ ബൂട്ടൂരിന് സാധനങ്ങൾ കയറ്റി വെച്ചു. ഡിക്കി തുറക്കടാ. ഇനി ഇതൊക്കെ ഒന്ന് എടുത്ത് വെക്കടാ തൊട്ട്. എന്താ സാറൊക്കെ ഇട്ടിച്ചു പോരാ? ഇവന്റെ പണിയാവല്ലേ? നീ നീ എന്റെ പണി നോക്ക്. വണ്ടി എടുത്ത് പോയി. നീ പോയി വണ്ടി എടുക്കണ കാര്യം നോക്ക്. തനി ഇവിടെ വന്നേ.